നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളപ്പുള്ളിയിൽ CITU തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുള്ള തർക്കത്തിന് ഇനിയും പരിഹാരമായില്ല. CITU ഗുണ്ടായിസം ആരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും CITU തൊഴിലാളികൾ വ്യാപാരിയെ വേട്ടയാടുകയാണെന്ന് നേതാക്കൾ. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിൽ കൂടി കളിസ്ഥലം ഒരുങ്ങുന്നു. കൊപ്പം മുതുതല പഞ്ചായത്തുകളിൽ 1 കോടി രൂപ വീതം ചിലവിൽ പുതിയ ഗ്രൗണ്ടുകൾ നിർമ്മിക്കും. കായികരംഗത്തെ വികസനം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി ഊർജം പകരുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ചെറുതുരുത്തിയിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടിക്കൊരുങ്ങിയ പോലീസ്. പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പൗരപ്രതിനിധികളുടെയും യോഗം ചേർന്നു. ചിട്ടി തട്ടിപ്പു നടത്തി പണവുമായി മുങ്ങിയ ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് മൈത്രി എന്റർപ്രൈസസ് ഉടമ രഞ്ജിത്ത്. വാർത്തകൾ വിശദമായി. CITU ഗുണ്ടായിസം ആരോപിച്ച് കുളപ്പുള്ളിയിൽ വീണ്ടും വ്യാപാരികളുടെ പ്രതിഷേധ ധർണ. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും വ്യാപാര സ്ഥാപനത്തെയും വ്യാപാരിയെയും CITU ആക്രമിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാവിലെ കുളപ്പുള്ളിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി യൂണിയൻ പറയുകയാണ്, ഈ മെഷീൻ അത് പ്രവർത്തിക്കണമെങ്കിൽ 5 ആളുകൾ വേണം. ഇതൊരു മെഷീനേ അല്ല. എന്താ അവർ പറയുന്ന വാദം? ആ മെഷീനിലേക്ക് ഈ സാധനം ഒന്ന് ഇട്ടുകൊടുക്കാൻ ആൾ വേണം. അതിനാണ് കോടതി ഉപയോഗിച്ചൊരു ഭാഷയുണ്ട്, ആ മെഷീനിന്റെ ഓപ്പറേറ്റർ മതി. നമ്മൾ നടത്തിയ ചർച്ചയിൽ അമീദ് ഉന്നയിച്ചൊരു വാദമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു. പക്ഷേ ഞാനും നിങ്ങളും ടിവിയിൽ കണ്ടു, ആ പേടകം അത് ക്രെയിൻ മെഷീനിൽ അത് കൊളുത്താനുള്ള ആള് അത് ചുമട്ടു തൊഴിലാളി വേണമെന്നാ. വെറുതെയല്ല നിങ്ങൾ വളരാത്തത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ചുമട്ടു തൊഴിലാളികൾ വളരാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്ക് കാലത്തിന്റെ ഗതിവേഗത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുകയും ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. കോടതി വിധി അംഗീകരിക്കാതെ ദിവസങ്ങളോളമായി CITU തൊഴിലാളികൾ വ്യാപാരിയെ ദ്രോഹിക്കുകയാണെന്ന് ഏകോപന സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ KK ഹരിദാസ്, മുസ്തഫ മുളയങ്കാവ്, TP ഷക്കീർ, T. രമേഷ് ബേബി, TP സക്കറിയ, CV ജെയിംസ്, ബാസിദ്, K. ചന്ദ്രൻ, V. പ്രജിത്ത്, MPA മുസ്തഫ, സുന്ദർരാജ് കോങ്ങാട്, അരവിന്ദൻ, സിറാജ്, ബാലമുരളി, സതീഷ്, രാജേഷ്, ഉമ്മർ കുളപ്പുള്ളി, ജയൻ കുളപ്പുള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിൽ കൂടി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. കൊപ്പം മുതുതല പഞ്ചായത്തുകളിലാണ് കളിസ്ഥലം ഒരുങ്ങുക. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മികച്ച കളിസ്ഥലം ഒരുക്കുന്നതിന് ഇടപെടൽ നടത്തുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലമെന്ന സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊപ്പത്തും മുതുതലയിലും പുതിയ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപയും കായിക വകുപ്പ് അനുവദിച്ച 50 ലക്ഷം രൂപയും ചേർത്ത് 1 കോടി രൂപയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി ചെലവഴിക്കുക. യുവജന കായിക മന്ത്രാലയത്തിന് കീഴിലെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. ലഹരി വ്യാപനത്തിനെതിരായ കർമ്മപദ്ധതികളുടെ ഭാഗമായി കൂടിയാണ് പുതിയ കളിസ്ഥലങ്ങൾ ഒരുക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. കൂടുതൽ പഞ്ചായത്തുകളിൽ മൈതാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും MLA വ്യക്തമാക്കി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് നമ്മൾ നവീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ചെറുളിപ്പറമ്പും ശങ്കരമംഗലം ഗ്രൗണ്ടും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലും ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷം ഇപ്പം മുതുതലയും കൊപ്പവും
അതോടൊപ്പം വിളയൂരും ഗ്രൗണ്ടുകൾക്ക് വേണ്ടി ഓരോ കോടി വീതം 3 കോടി രൂപ, അതിൽ 1.5 കോടി MLA ഫണ്ടാണ്, മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ 3 ഗ്രൗണ്ടുകളും നവീകരിക്കുന്നത്. ഇതിന് പുറമെ ഇനി ക്ലബ്ബുകളും ഗ്രാമപഞ്ചായത്തുകളും പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളായിട്ട് ലഭ്യമാകുന്ന സ്ഥലങ്ങൾ പഞ്ചായത്തുകൾക്ക് തരികയാണെങ്കിൽ, പഞ്ചായത്തുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി ആളുകൾക്ക് കളിക്കാൻ കഴിയുന്ന സംവിധാനം, ചെറിയ ചെറിയ സ്പോർട്സിനുള്ള സ്പോട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി, മുതുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുകേഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ റോഡിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ലോറി ഇടിച്ചു മരിച്ചു. കാളത്തോട് സ്വദേശി 44 വയസ്സുള്ള സിജോ തിമോത്തിയാണ് മരിച്ചത്. മണ്ണുത്തി കാളത്തോട് റോഡിൽ ഇന്നലെ രാത്രി 9:30യോടെയായിരുന്നു അപകടം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കുന്നതിനായി ബൈക്ക് നിർത്തി റോഡിലേക്കിറങ്ങിയപ്പോൾ അതുവഴി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. സിജോയെ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുതുതലയിൽ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള എക്സാലോജിക് അഴിമതി അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുതുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പിണറായി വിജയന്റെ കോലം കത്തിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KN സന്തോഷ് കുമാർ, രാജേന്ദ്രൻ മാസ്റ്റർ, KV മുഹമ്മദ് അലി, KV കബീർ, അലിമോൻ മുതുതല, അഷറഫ് പട്ടാമ്പി, K ഹക്കീം, MT സുരേഷ്, KP അഭിലാഷ്, S സുരേഷ് ബാബു, K പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചിട്ടി തട്ടിപ്പ് നടത്തി പണവുമായി മുങ്ങിയ ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ. ഷൊർണൂർ ഹൈദ്രോസ് ലൈനിൽ 53 വയസ്സുള്ള രഞ്ജിത്താണ് പിടിയിലായത്. മൈത്രി എന്റർപ്രൈസസ് എന്ന സ്ഥാപനം നടത്തിയായിരുന്നു തട്ടിപ്പ്. ഷൊർണൂർ സ്വദേശിനി ഗീതയാണ് ചിട്ടിയുടെ കാലാവധി തീർന്നിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് 2023-ൽ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. കേസെടുത്ത വിവരമറിഞ്ഞ പ്രതി മുങ്ങുകയായിരുന്നു. ആലപ്പുഴ കലവൂർ ഭാഗത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഷൊർണൂർ ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SI ഡേവി, ASI K അനിൽകുമാർ, സീനിയർ പോലീസ് ഓഫീസർമാരായ റിയാസ്, സജീഷ്, അജി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിൽ അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ കർശന നടപടിക്കൊരുങ്ങി പോലീസ്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ വ്യാപാരികളെയും പൗരപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിച്ചു ചേർത്തു. പ്രദേശത്ത് അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. ചെറുതുരുത്തി കൊച്ചി പാലം മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെറുതുരുത്തി CI ആനന്ദകൃഷ്ണൻ അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും സംയുക്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട്. കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയുണ്ടാകും. ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്ന് CI അനന്തകൃഷ്ണൻ പറഞ്ഞു. നമ്മുടെ ചെറുതുരുത്തിയിൽ നമ്മുടെ ഷൊർണൂർ പാലം മുതൽ ചുങ്കം വരെ ധാരാളമായിട്ട് വാഹനങ്ങൾ അനധികൃതമായിട്ട് പാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിലെ വ്യാപാരികളുടെ കൂടി സഹകരണം തേടുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് കൂടി. അപ്പോൾ അതിലെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്തു പോകുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിന് വ്യാപാരികൾ കൂടി സഹകരണം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളുടെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ ജീവനക്കാരുടെ വാഹനങ്ങളും പഞ്ചായത്ത് പുതുതായിട്ട് ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അനധികൃത കച്ചവടങ്ങളും പാർക്കിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജ നടപടികൾ ഈ ആഴ്ചക്കാലം ഉണ്ടാവും. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൗജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന ആവശ്യവും യോഗത്തിലുയർന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ പൊറ്റയിൽ അലി, MM ഹംസ, മുഹമ്മദ് കുട്ടി, ആനന്ദൻ, സ്വാതി,
രാജൻ തുടങ്ങിയ വ്യാപാരികൾ ചർച്ചയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെറിയ ഫീസിൽ പാർക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പാർക്കിംഗ് ഗ്രൗണ്ട് കരാറുകാരൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. NFPE നേതൃത്വത്തിൽ ഷൊർണൂർ ഒറ്റപ്പാലം ഡിവിഷണൽ സൂപ്രണ്ട് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തൊഴിലാളി ദ്രോഹ നടപടികൾ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോസ്റ്റൽ P4 യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ധർണ പോസ്റ്റൽ P4 യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം സൂപ്രണ്ടിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ വച്ചുപൊറുപ്പിക്കാനാകില്ല. ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ NFPE ഒറ്റപ്പാലം ഡിവിഷൻ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും P. ശിവദാസ് വ്യക്തമാക്കി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ രമേശിന്റെ അല്ല എന്ന് പറയാൻ അവിടെ നമ്മൾ കൂടിയത്. നിങ്ങൾക്കൊരു സംശയം വേണ്ട, ഒരു രമേശിന്റെയും ഒരു അഡ്മിനിസ്ട്രേഷന്റെയും അല്ല. വെറും 3 കൊല്ലം ആ കസേരയിൽ ഇരുന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോവും. അടുത്ത ഡിവിഷനിൽ പോയി എങ്ങനെ കൊളവാക്കാന്ന് ചിന്തിക്കുന്ന ആളുകളാ. നമ്മളങ്ങനെയല്ല. സർവീസ് കയറിയാൽ ഏകദേശം 40 കൊല്ലം, ഇടിക്കാരൊക്കെ 45 കൊല്ലം വരെയുണ്ട്. 45 കൊല്ലവും ചില പോസ്റ്റ് ഓഫീസുകളിൽ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒറ്റപ്പാലം ഡിവിഷൻ P4 യൂണിയൻ പ്രതിനിധി സഞ്ജയ് കൃഷ്ണ, GDS യൂണിയൻ സെക്രട്ടറി P. ബാലകൃഷ്ണൻ, ജയപാൽ, P3 സെക്രട്ടറി ബിജോയ് വാസു, P3 പ്രസിഡന്റ് V. റജില തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3-അംഗ കുടുംബം മരണപ്പെട്ടതോടെ അനാഥമായ വീട് ഇനി തെറാപ്പി സെന്റർ. മങ്കര 11-ാം വാർഡിലെ പടിഞ്ഞാറെ പരിശ്ശേരി പരേതനായ ഗുരുവായൂരപ്പന്റെ വീടാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് തെറാപ്പി സെന്ററാക്കി മാറ്റിയത്. 7 മാസങ്ങൾക്ക് മുമ്പാണ് ഗൃഹനാഥൻ ഗുരുവായൂരപ്പൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. 1 മാസം തികയും മുമ്പ് ഭാര്യയും മരിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാരനായ മകൻ ഗോകുൽ ഒറ്റപ്പെട്ടതോടെ പഞ്ചായത്ത് ഇടപെട്ട് ഗോകുലിനെ എറണാകുളത്തെ പീസ് വാലി കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടതോടെ ഗോകുലും മരിച്ചു. ഇതേ തുടർന്ന് വീട് അനാഥമായതോടെയാണ് മങ്കര പഞ്ചായത്ത് ഏറ്റെടുത്തത്. ഗോകുലിൻ്റെ പേരിൽ ഗോകുൽ മെമ്മോറിയൽ തെറാപ്പി സെൻ്ററാക്കി മാറ്റാനാണ് തീരുമാനം. പറളി BRCയുടെ സഹകരണത്തോടെയാണ് തെറാപ്പി സെൻ്റർ പ്രവർത്തിക്കുക. പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്തും മങ്കര പഞ്ചായത്തും ഓരോ ₹1,00,000 അനുവദിച്ചിട്ടുണ്ട്. 12 കുട്ടികൾ ഇവിടെ തെറാപ്പി പരിശീലനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DPC അംഗീകാരം ലഭിച്ചാൽ മെയ് മാസത്തോടെ പ്രവർത്തനം തുടങ്ങുമെന്നും ജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അഭ്യർത്ഥിച്ചു. പറളി BRCയുമായി ബന്ധപ്പെടുകയും അതിന് ആവശ്യമായ കുട്ടികളെ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം 12ഓളം കുട്ടികളുടെ രക്ഷിതാക്കളുമായി യോഗം ചേരുകയും അതുമായി തുടക്കത്തില് ആഴ്ചയിൽ 1 ദിവസം എന്ന നിലയിൽ തെറാപ്പി സെന്റർ തുടങ്ങാനുള്ള ധാരണ ആയിട്ടുണ്ട്. സ്പീച്ച് തെറാപ്പിയും മറ്റ് തെറാപ്പികളുമാണ് ആദ്യം തുടക്കത്തിൽ 2 തെറാപ്പികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇതിന് ആവശ്യമായ തുക പൂർണ്ണമായും സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ₹1,00,000 മങ്കര ഗ്രാമപഞ്ചായത്തും ₹1,00,000 ജില്ലാ പഞ്ചായത്തും വെച്ചുകൊണ്ട് ₹2,00,000 ഇതിന്റെ തുടക്കത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. MN ഗോകുൽദാസിനൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം വിനോദ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൂക്കോട്ടുകാവിൽ DYFI രക്തസാക്ഷി വിനീഷ് അനുസ്മരണം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. അവരെ പലപ്പോഴായി അവരുടെ ജീവിത സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിടയിൽ ഹീനവും മനുഷ്യത്വ വിരുദ്ധവുമായ ആശയങ്ങൾക്ക് പ്രചരണം നൽകിക്കൊണ്ട് അവരെ ഹിറ്റ് ഗ്രൂപ്പുകളായി, ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ കൊട്ടേഷൻ സംഘങ്ങളായി ഉപയോഗിച്ചാണ് RSS ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. അതിനവർക്ക് വ്യത്യസ്ത പേരുകളുണ്ട്. പ്രചാരകൻ, പ്രാന്തപ്രചാരകൻ, ശാഖകളിൽ വ്യത്യസ്ത ചുമതലയുള്ള ആളുകൾ. പൂക്കോട്ടുകാവ് സെൻട്രലിൽ നടന്ന വിനീഷ് അനുസ്മരണ യോഗത്തിൽ K. അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA,
ഏരിയ സെക്രട്ടറി കെ ജയദേവൻ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി MR അജിത് മോഹൻ, ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി, AK ഷീലാദേവി, വിനീത്, മേഖലാ സെക്രട്ടറി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുള്ളിയിൽ CITU തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുള്ള തർക്കത്തിന് ഇനിയും പരിഹാരമായില്ല. CITU ഗുണ്ടായിസം ആരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കുളപ്പുള്ളിയിൽ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും CITU തൊഴിലാളികൾ വ്യാപാരിയെ വേട്ടയാടുകയാണെന്ന് നേതാക്കൾ. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിൽ കൂടി കളിസ്ഥലം ഒരുങ്ങുന്നു. കൊപ്പം മുതുതല പഞ്ചായത്തുകളിൽ 1 കോടി രൂപ വീതം ചിലവിൽ പുതിയ ഗ്രൗണ്ടുകൾ നിർമ്മിക്കും. കായികരംഗത്തെ വികസനം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി ഊർജം പകരുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ചെറുതുരുത്തിയിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടിക്കൊരുങ്ങിയ പോലീസ്. പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പൗരപ്രതിനിധികളുടെയും യോഗം ചേർന്നു. ചിട്ടി തട്ടിപ്പു നടത്തി പണവുമായി മുങ്ങിയ ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് മൈത്രി എന്റർപ്രൈസസ് ഉടമ രഞ്ജിത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.